വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ഇറക്കുന്നതും അവിടെ നിന്ന് കയറ്റി അയക്കുന്നതുമായ കണ്ടെയ്നറുകളുടെ നീക്കം റോഡ് വഴിയാക്കുന്ന ഏകസിം പ്രവർത്തനങ്ങൾക്ക് ഓഗസ്റ്റ് 18-ന് തുടക്കമാകും. എക്സ്പോർട്ട്, ഇമ്പോർട്ട് എന്നിവയെ സൂചിപ്പിക്കുന്ന എക്സിമിന്റെ ഭാഗമായുള്ള ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ മിഷൻ സമുദ്ര പദ്ധതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. രാജ്യാന്തര ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക്സ്, കയറ്റുമതി സ്ഥാപനങ്ങൾ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ സമുദ്രാധിഷ്ഠിത വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും. എക്സിം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പൂർണ്ണതോതിലുള്ള ചരക്ക് നീക്കത്തിന്റെ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറും. നിലവിൽ മദർഷിപ്പിൽ വിഴിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകൾ ചെറുകപ്പലുകളിൽ ചെന്നൈ, കൊച്ചി, മുംബൈ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിലെത്തിച്ച് അവിടെ നിന്ന് റോഡ് മാർഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. കയറ്റുമതിക്കാരായ വിഴിഞ്ഞത്തേക്ക് വരുന്ന കണ്ടെയ്നറുകളും മറ്റു തുറമുഖങ്ങൾ വഴിയാണ് എത്തുന്നത്. ഇതിൽ നിന്നുള്ള മാറ്റമാണ് നടപ്പാക്കാനൊരുങ്ങുന്നത്. രണ്ടും റോഡ് മാർഗമാകുന്നതോടെ ചരക്ക് നീക്കത്തിന്റെ ചെലവും സമയവും കുറയ്ക്കാൻ കഴിയും. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എക്സിം സേവനങ്ങൾ ആരംഭിക്കുന്നതിലൂടെ വിഴിഞ്ഞം സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി കവാടമായി മാറുമെന്നും പുതിയ നിക്ഷേപങ്ങൾക്കും തൊഴിലവസരങ്ങൾക്കും വഴി തുറക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.